നിലമ്പൂരിൽ ബി.ജെ.പിക്ക് വോട്ട് കൂടിയെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ക്രൈസ്തവ മേഖലയിൽ നിന്ന് പിന്തുണ ലഭിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയത്തെ നിർണയിച്ചത് പി.വി. അൻവറാണെന്നും മോഹൻ ജോർജ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷിനോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് തിളക്കമാർന്ന വിജയം നേടി. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. പക്ഷേ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ പ്രകടനവും ശ്രദ്ധേയമായിട്ടുണ്ട്. ചെറുതെങ്കിലും 148 വോട്ടിന്റെ വർധനവ് ഉണ്ടാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് വൈകി വന്ന കാൻഡിഡേറ്റാണ്, ആദ്യം മത്സരിക്കുന്നില്ല എന്നൊക്കെ ബി.ജെ.പി പറഞ്ഞു. പിന്നീട് തീരുമാനിച്ച ഒരാളാണ്. നമുക്കൊപ്പം അദ്ദേഹം ചേരുകയാണ്, മോഹൻ ജോർജ് ചേരുകയാണ്. എങ്ങനെയാണ് ബി.ജെ.പിയുടെ പെർഫോമൻസിനെ, സ്വന്തം പെർഫോമൻസിനെ വിലയിരുത്തുന്നത്? അല്ല, എനിക്ക് പ്രത്യേകിച്ച് പെർഫോമൻസ് ഇല്ല. ഞാൻ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ്. നരേന്ദ്രമോദിജിയുടെ ആദർശങ്ങൾക്കാണ് ഞങ്ങൾ വോട്ട് വാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വികസിത ഭാരതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചത്. പിന്നെ 300ഓളം വോട്ട് ഇപ്പോൾ കൂടുതൽ കിട്ടി. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ മൂന്നാമത് വരുന്ന കക്ഷി, അതായത് ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് വോട്ട് കുറയുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായി ഈ തവണ വോട്ട് കൂടിയിട്ടുണ്ട്. അതാണ് ഇതിന് കാണുന്ന പ്രത്യേകത. അത് ബി.ജെ.പിയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇന്നലെ താങ്കൾ പറഞ്ഞിരുന്നു വോട്ട് ചില ഇടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല, വോട്ട് കൂടുകയാണ് ചെയ്തത്. അതെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് കൂടുകയാണ്. ഞാൻ പറഞ്ഞു ഇതിനേക്കാളും കൂടുതൽ വോട്ട് ഞാൻ കിട്ടിയിരുന്നതിന്. പക്ഷേ ഇങ്ങനെ ഒരു വലിയൊരു സജീവ പ്രവർത്തനം വന്നപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഒരു ഭാരതീയ ജനതാ പാർട്ടിക്കാരെന്നല്ല, നമ്മുടെ അനുഭവമുള്ള എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ കുറച്ചൊരു വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബി.ജെ.പിയുടെ മുഴുവൻ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. സംസ്ഥാനത്തുടനീളം ക്രൈസ്തവ മേഖലയുമായി ഒരു വലിയ അടുപ്പം ഉണ്ടാക്കാൻ ബി.ജെ.പി ശ്രമിക്കുകയാണ്. നിലമ്പൂർ അത്തരത്തിൽ ചില മേഖലകളിലൊക്കെ സ്വാധീനമുള്ള, അങ്ങനെ താങ്കൾക്ക് തന്നെ അറിയാവുന്നതാണ്. ആ വോട്ടുകളൊക്കെ ഏകീകരിക്കപ്പെടുമ്പോൾ ചുങ്കത്തറയിലടക്കം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുങ്കത്തറയിൽ കുറഞ്ഞിട്ടില്ല, വോട്ടുകൾ എവിടെയും കുറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കൂടിയിട്ടേ ഉള്ളൂ, എല്ലായിടത്തും വോട്ടുകൾ കൂടിയിട്ടേ ഉള്ളൂ. ക്രൈസ്തവ മേഖലയിൽ ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രചരണ വാഹനങ്ങൾ ചെല്ലുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾക്കൊന്ന് മാലയിടുന്നുണ്ട്. അങ്ങനെ പല ആളുകളും ഉണ്ട്. ഈ വിഭാഗത്തിലുള്ള ആൾക്കാർ വന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപതെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വലിയ ശക്തമായ 2 മത്സരം വരുമ്പോൾ, അത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരല്ലേ വന്ന് വീടുകൾ കയറി ഇറങ്ങുന്നത്, വീടുകൾ താമസിക്കുന്നത്. ആ ഒരു സമയത്ത് ഈ മൂന്നാം കക്ഷികൾക്ക് വോട്ട് കുറയുന്നതാണ് കാലങ്ങൾ കണ്ടത്. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ അതാണ് സംഭവിച്ചത്. പക്ഷേ ഇവിടെ വോട്ട് കൂടിയിരിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതൊരു വലിയ വിജയമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അതായത് സാമാന്യം തരക്കേടില്ലാത്ത രീതിയിലൊരു പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ബി.ജെ.പി ക്യാമ്പിൻ്റെ വിലയിരുത്തൽ.